കാസർകോട്ടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം തീരുമാനിക്കുന്നത് അവിടുത്തെ പള്ളിയിലെ അംഗങ്ങളെ കൂടി ക്ഷണിച്ചുകൊണ്ടാണ്. ക്ഷേത്രത്തിലെ ദൈവങ്ങൾ പള്ളിയിൽ ചെന്ന് എല്ലാവരെയും ക്ഷണിക്കുന്നു. പള്ളിയിൽ ഉറുസ് നടക്കുമ്പോഴാകട്ടെ ക്ഷേത്രത്തിലേക്കും ക്ഷണമയക്കുന്നു. 200-ലേറെ വർഷം പഴക്കമുണ്ട് ഈ ആചാരത്തിന്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന ഇക്കാലത്ത് പണ്ടത്തെ മനുഷ്യരുടെ ഇത്തരം ചെറിയ കർമ്മങ്ങളെക്കുറിച്ച് ഒന്ന് ഓർക്കുന്നതെങ്കിലും നല്ലതല്ലേ? നാട്ടുകാർ ഉദ്യാവരമാട എന്ന് വിളിക്കുന്ന മഞ്ചേശ്വരത്തെ ഈ ക്ഷേത്രത്തിന് 200 വർഷമെങ്കിലും പഴക്കമുണ്ടെന്ന് കരുതുന്നു. ഉദ്യാവരയുടെ ഐശ്വര്യത്തിനും സുരക്ഷയ്ക്കും കാരണക്കാരായ 3 ദൈവങ്ങളാണ് ഇവിടെ കുടിയിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പേര് ശ്രീ ദൈവകളു ഉദ്യാവര എന്നാണ്. വിഷു കഴിഞ്ഞുള്ള ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇവിടത്തെ ഉത്സവം തീരുമാനിക്കുന്നത്. അന്ന് ക്ഷേത്രത്തിൽ ചില ചടങ്ങുകളുമുണ്ട്. ക്ഷേത്രത്തിലെ ദൈവങ്ങൾ അഥവാ ബണ്ട തെയ്യങ്ങളായി പുറത്തിറങ്ങുന്നു. ഷെട്ടിമാർക്കാണ് ക്ഷേത്രത്തിന്റെ പരമ്പരാഗതമായുള്ള അധികാരം. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം കുറച്ചകലെയുള്ള 1000 ജമാഅത്ത് പള്ളിയിലേക്കാണ് പോകേണ്ടത്. ചുവന്ന ഉടയാടകളും മുല്ലമാലയും അണിഞ്ഞ വെളിച്ചപ്പാടുകൾ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരാണ്. പള്ളിയിലേക്കുള്ള ദൂരമത്രയും വാദ്യമേളങ്ങളുമായി അവർ നടന്നു ചെല്ലുന്നു. ഉദ്യാവര 1000 ജുമാ മസ്ജിദ് എന്നാണ് പള്ളിയുടെ പേര്. പള്ളിയുടെ കവാടത്തിൽ ഭാരവാഹികളും നാട്ടുകാരും കാത്തുനിൽക്കുന്നു. അവർ ക്ഷേത്രപ്രതിനിധികളെ പള്ളിയിലേക്ക് ആനയിക്കുന്നു. പള്ളിമുറ്റത്ത് വെളിച്ചപ്പാടിന്റെ അരുളപ്പാട്. ಕೆಟ್ಟಿಬಾಯಿ ಮಲ್ಲಿಗೆಡು ಸೊಂಟಬಾಯಿ ಕೇತಗಿಡಿ 7 ಪೇರು ನಡುಪೇರ ಕಡಲು ಸಿದ್ಧಿಯಾದ ಮಾಯಗರ ತೊಟ್ಟು ಮಂಜಿದ ತೊಟ್ಟು ಬರ್ತದೆ ಮಂಜೇಶ್ವರ ದರ್ವದ ಬಾಕಿಲಿಗೆ ಬತ್ತೊಂಡ ಆನಿದ ತಿರುಟು 14 ಎಲ್ಲ ತುಂಬುಗು ಬೊಬ್ಬರಿಲ್ಲ ಬೇಟಿ ಮನ್ಪ ಒಂದು ಅಲ್ಪೈಂದಲ ಒಡಂಬಾಡಿಕೆ ಮನ್ಪ ಒಂದು ತುಂಬುಗು ಬಣ್ಣ ഉത്സവം തീരുമാനിക്കുകയാണ്. ജമാഅത്തിലെ എല്ലാവരും ഉത്സവത്തിന് വരണം. ഞങ്ങൾ ക്ഷണിക്കുന്നു. ഷെയ്ഖുമാരോട് ഞങ്ങൾക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്. അനേകം വർഷങ്ങളായി നടക്കുന്ന ഈ ഉത്സവം ഞങ്ങളുടെ സ്നേഹവും സാഹോദര്യവും അറിയിക്കാനുള്ള അവസരം കൂടിയാണ്. ആദ്യത്തെ വെള്ളിയാഴ്ചയോടെ വരും. അതുപോലെ ഞങ്ങൾ വരുന്നതെല്ലാം അറിയിക്കും. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ചടങ്ങ് വെള്ളിയാഴ്ച 1:30 മണിയാകുമ്പോൾ തീരും. ഒരു 1:35 ഇവിടെ വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാധാരണ എല്ലാ ദിവസവും തമ്മിൽ ബന്ധമുണ്ട്.